ഹൈക്കോടതി വിധി എതിരായിട്ടും മലപ്പുറം അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൽ നിന്ന് ഒഴിഞ്ഞുകൊടുക്കാതെ മലബാർ ദേവസ്വം ബോർഡ് ഇന്നലെ ക്ഷേത്രത്തിന്റെ ഭരണാധികാരിയായി പാരമ്പര്യ ട്രസ്റ്റ് MC ശ്രീധർമ്മ വർമ്മരാജ ഔദ്യോഗികമായി ചുമതല ഏറ്റെടുത്തിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് മലബാർ ദേവസ്വം ബോർഡിൽ നിന്നും അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല എന്ന നിലപാടിലാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശിവദാസ് കന്മനം മലപ്പുറത്ത് നിന്നും ചേരുന്നുണ്ട്. ശിവദാസ്, ഈ കോടതി വിധിയെ തുടർന്ന് ഈ ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ ഭരണാധികാരികൾ അവിടെ ചുമതല ഏറ്റു കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴും ദേവസ്വം ബോർഡ് മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞ് അവിടെ പിടിച്ചു നിൽക്കാനുള്ള ശ്രമമാണോ നടത്തുന്നത്? ഭക്തരുടെ ഭാഗത്ത് നിന്നും വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. തീർച്ചയായും ഭക്തരുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. കാരണം ഭക്തരുടെയും അതോടൊപ്പം തന്നെ പാരമ്പര്യ ട്രസ്റ്റുമാരുടെയും നിരന്തരമായ പരിശ്രമത്തിന് ഒടുവിലാണ് ഹൈക്കോടതിയുടെ അനുകൂലമായ ഒരു വിധി ട്രസ്റ്റുകൾക്ക് ഉണ്ടായിരിക്കുന്നത്. അതായത് മലബാർ ദേവസ്വം ബോർഡ് പൂർണ്ണമായും അതിൻ്റെ അധികാരസ്ഥാനം ഒഴിയണം എന്നുള്ളതായിരുന്നു ഹൈക്കോടതി വിധി ഉണ്ടായിരുന്നത്. അതിനുശേഷം ട്രസ്റ്റുകൾക്ക് അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൻ്റെ ഭരണകാര്യങ്ങളെല്ലാം തന്നെ കൈമാറണം. അതിൻ്റെ ദൈനംദിന കാര്യങ്ങളും അതോടൊപ്പം മറ്റ് ഭരണകാര്യങ്ങളെല്ലാം തന്നെ ട്രസ്റ്റുകൾക്ക് കൈമാറണം എന്നുള്ളതായിരുന്നു ഹൈക്കോടതി വിധി. മലബാർ ദേവസ്വം ബോർഡിന് 1 മാസം സമയം അനുവദിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ 26-ാം തീയതിയാണ് ഇത്തരത്തിൽ ഉള്ള ഒരു ഉത്തരവ് വന്നത്. അത് ഇന്നലത്തോടുകൂടി അവസാനിച്ചു. പക്ഷേ ഇതിനിടയിൽ ഒന്നും തന്നെ മലബാർ ദേവസ്വം ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു നീക്കങ്ങളും നടത്തിയിട്ടില്ല. അതായത് പാരമ്പര്യ ട്രസ്റ്റുകൾക്ക് കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലോ മറ്റു ഒരു നീക്കങ്ങളോ ഒന്നും തന്നെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഇന്നലെ വൈകിട്ടാണ് പാരമ്പര്യ ട്രസ്റ്റ് കൂടിയായിട്ടുള്ള MC ശ്രീധര വർമ്മരാജ അധികാരം ഏറ്റെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ക്ഷേത്രത്തിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. അതിനുശേഷം അവിടെ കൃത്യമായി തന്നെ നോട്ടീസ് ബോർഡിൽ അടക്കം ഇത് എഴുതി ഒട്ടിച്ചു വച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭരണസാരഥ്യം ഏറ്റെടുത്തു. ഇതിൻ്റെ ദൈനംദിന കാര്യങ്ങളും അതോടൊപ്പം തന്നെ മറ്റു ഭരണകാര്യങ്ങളും എല്ലാം തന്നെ ഇനി മുതൽ പാരമ്പര്യ ട്രസ്റ്റിക്കായിരിക്കും എന്നുള്ള അധികാരം എന്നുള്ളത് കൃത്യമായി തന്നെ ആ ബോർഡിൽ പതിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ നിലവിൽ ഇവിടെ ഇപ്പോഴും ദേവസ്വം ബോർഡിലെ ജീവനക്കാർ തന്നെയാണ് ഉള്ളത്. എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കം ഇപ്പോഴും ദേവസ്വം ബോർഡ് നിയമിച്ച ആളുകൾ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അവർ ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോഴും പിടിവിടാതെ നിൽക്കുക തന്നെയാണ് ദേവസ്വം ബോർഡ്. അവർ സുപ്രീം കോടതിയെ സമീപിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എങ്കിലും ഹൈക്കോടതിയുടെ ഉത്തരവാണ് നിലവിൽ ഇപ്പോൾ ട്രസ്റ്റികൾക്ക് അനുകൂലമായി വന്നിരിക്കുന്നത്. പക്ഷേ ആ ഉത്തരവ് പോലും അട്ടിമറിച്ചുകൊണ്ട് അത് മാനിക്കാതെയാണ് ഇപ്പോൾ അവിടെ പിടിച്ചു നിൽക്കാനുള്ള ഒരു ശ്രമം, മുട്ടാപ്പോക്ക് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടെ പിടിച്ചു നിൽക്കാനുള്ള ഒരു ശ്രമം ദേവസ്വം ബോർഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നിലവിൽ എന്തായാലും ദേവസ്വം ബോർഡിന് നിയമപരമായി ഒരു അധികാരവും ഈ ക്ഷേത്രത്തിൽ ഇല്ല. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ ഇന്നു മുതൽ തന്നെ ക്ഷേത്രത്തിൻ്റെ ഭരണകാര്യങ്ങളും ദൈനംദിന കാര്യങ്ങളും എല്ലാം തന്നെ അതിനെ ചുമതലകൾ നിർവഹിക്കുന്നത് പാരമ്പര്യ ട്രസ്റ്റുകൾ തന്നെയാണ്. ഗൗതം. ഓക്കെ, ശിവദാസാണ് മലപ്പുറത്ത് നിന്നും വിവരങ്ങളുമായി ചേർന്നത്.